ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, കഴുത്തിലെ ചുളിവുകൾ, അതുപോലെ കൈപ്പത്തിയിലെ ചുളിവുകളൊക്കെ എങ്ങനെ നമുക്ക് വരാതെ ഇരിക്കാം നോക്കാം. വന്നത് എങ്ങനെ നമുക്ക് അതിനെ ഒന്ന് കുറയ്ക്കാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ് കേട്ടോ. കഴുത്തെന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്താണെന്നോ, വേറൊന്നുമല്ല, നമ്മളധികം ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ്. നമ്മൾ മുഖത്ത് എല്ലാം ചെയ്യും, കഴുത്തിൽ അതിൻ്റെ ഒരു അംശം വീണെങ്കിൽ വീണു, അത്രയേ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. കഴുത്തിനാണ് ആദ്യം നമ്മുടെ പ്രായം ബാധിക്കുന്നത്, കഴുത്തിനാണെന്നാണ് പറയുന്നത്. ആദ്യം കഴുത്തിലാണ് ചുളിവുകൾ പ്രത്യക്ഷപ്പെടുന്നതും നമ്മുടെ പ്രായം ആയി എന്ന് നമ്മളെ പറഞ്ഞറിയിക്കണ ഒരു ഭാഗമാണ് കഴുത്തട്ടോ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴുത്താണ്. അപ്പോൾ അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് കഴുത്തിൻ്റെ ഡിസ്കളറേഷൻ, അതുപോലെ ചുളിവുകൾ, പിന്നെന്താ ഡ്രൈനെസ്, ഇതെല്ലാം നമ്മുടെ പ്രായത്തിന് വിളിച്ചോതുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വരാതിരിക്കാൻ ചെറുപ്പം പോലെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ചെയ്യാൻ ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മുഖത്ത് എന്ത് ചെയ്താലും, അതായത് നിങ്ങൾ മോയ്സ്ചറൈസർ ഇടും, ക്ലെൻസ് ചെയ്യും, മോയ്സ്ചറൈസർ ചെയ്യും, അതുപോലെ നമ്മൾ ടോൺ ചെയ്യും, പിന്നെ പാക്ക് ഇടും, സൺസ്ക്രീൻ ഇടും, ഇങ്ങനെ എന്ത് ചെയ്താലും മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്യണം. അതാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ മുഖത്തിട്ടതിൻ്റെ ബാക്കിയല്ല കഴുത്തിൽ കേട്ടോ. അപ്പോൾ കഴുത്തും അതുപോലെ നമ്മൾ കെയർ ചെയ്യണം. പിന്നെ കുട്ടികളെ സംബന്ധിച്ചുള്ളൊരു വിഷയം, ഈ വിയർത്ത് പൊടി അഴുക്കൊക്കെ കഴുത്തിലൊക്കെ ഇരിക്കും. ഒരു കാക്കക്കുളിന്ന് നമ്മൾ പറയുന്ന പോലത്തെ കുളിയാണല്ലോ പിള്ളേർ സ്കൂളൊക്കെ വിട്ടു ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ സമ്മതിക്കരുത്. 2 നേരവും നല്ല ഗ്ലിസറിൻ ചേർന്ന സോപ്പ്. ഗ്ലിസറിൻ ചേർന്ന സോപ്പ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ സോപ്പാണ്. അത് നമ്മുടെ പിയേഴ്സ്, ജോൺസൺ, അങ്ങനെ ഒത്തിരി സോപ്പുകൾ നമുക്ക് ഗ്ലിസറിൻ ചേർന്നതുണ്ട്. അപ്പോൾ ഗ്ലിസറിൻ ചേർന്ന സോപ്പ് ഉപയോഗിച്ച് 2 നേരവും നമ്മൾ കഴുത്ത് കഴുകണം. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് ചെറുപ്പം മുതലേ കുട്ടികളെ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അടുത്ത ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും കഴുത്ത് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. കാരണം കഴുത്തിൽ വിയർപ്പും പൊടിയൊക്കെ ആയിട്ട് അഴുക്കും, അതുപോലെ തന്നെ ഡിസ്കളറേഷനും ഒക്കെ വരുമല്ലോ. അപ്പോൾ അത് മാറുന്നതിന് നമ്മൾ അതിനൊരു സ്ക്രബ് ചെയ്യണം ആഴ്ചയിൽ ഒരിക്കൽ. അതിന് നമുക്ക് വേണ്ടത് ചെറുപയർ പൊടിയാണ് കേട്ടോ എപ്പോഴും നല്ലത്. ഈ കഴുത്തിനൊക്കെ ആ ബ്ലാക്ക് പോകുന്നതിനും. പിന്നെ നമ്മുടെ കടലമാവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ പൊടി ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ 2 സ്പൂൺ മതിയാവും. അത് മിക്സ് ചെയ്യാൻ ആവശ്യമായ തൈര്. അപ്പോൾ തൈര് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കറിക്കൊക്കെ ഉപയോഗിക്കുന്ന തൈര് മതി. അല്ലാണ്ട് നമ്മൾ പുളിയില്ലാത്ത തൈര് വേണമെന്നൊന്നുമില്ല. പുളിയുള്ള തൈരായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ തൈര് വേണം, അത് മിക്സ് ചെയ്യാൻ ആവശ്യമായ തൈര് വേണം. പിന്നെ അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ റോസ് വാട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുക. അതൊരു വലിഞ്ഞു കഴിയുമ്പോൾ നമുക്കത് ചെറിയ ചൂടുവെള്ളത്തിൽ കേട്ടോ, ചെറിയ ചൂടുവെള്ളത്തിൽ അതൊന്ന് മസാജ് ചെയ്യും മാറ്റുക. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരാഴ്ചയിൽ നമ്മളുടെ കഴുത്തിൽ അടിയുന്ന പോർട്സിലൊക്കെ, സുഷിരങ്ങളിൽ അടിയുന്ന അഴുക്ക് പോകുന്നതിനും അതുപോലെ സൺ ടാൻ പോകുന്നതിനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ഒരു 30 വയസ്സ് വരെ നിങ്ങളിത് മാത്രം ചെയ്താൽ മതി കേട്ടോ. 30 വയസ്സ് കഴിഞ്ഞു, അതായത് 40 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ സ്കിന്നൊക്കെ ചുളിയാൻ തുടങ്ങുന്നത്. അത് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് കഴുത്തിലാണ് അല്ലേ. കഴുത്തിൽ നിന്നാണ് ഫാറ്റ് വലിയാൻ തുടങ്ങിയത്. അപ്പോൾ കഴുത്തിന് നല്ല എക്സസൈസ് കൊടുക്കണം. ഓക്കെ, കഴുത്തിൻ്റെ എക്സസൈസ് എല്ലാവർക്കും നമുക്ക് എവിടെ സെർച്ച് ചെയ്താലും കിട്ടും. നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ ചെയ്യുന്നതാണ്. കഴുത്തിൻ്റെ എക്സസൈസ് മസ്റ്റാണ്. സ്കിൻ തൂങ്ങാതിരിക്കുന്നതിനും അത് ചുളിവുകൾ വരാതിരിക്കുന്നതിനും എല്ലാത്തിനും കഴുത്തിൻ്റെ എക്സസൈസ് ഒരു 30 വയസ്സ് തുടങ്ങി നിങ്ങൾ ചെയ്യണം തീർച്ചയായിട്ടും. ഒരു 40 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മളുടെ ഇത് പുറത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 30 വയസ്സ് മുതലേ നമ്മൾ കഴുത്തിൻ്റെ എക്സസൈസ് ചെയ്യുകയും പാക്ക് ഇടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധി വരെ ഇതിന് പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റി നിർത്താൻ സാധിക്കും, ചുളിവുകളും അതുമൊക്കെ കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള പാക്കാണ് അടുത്തത്. ഇനി 30 വയസ്സിന് ശേഷവും 40 വയസ്സിന് ശേഷവും ഇനി റിങ്കിൾസ് വന്നതിന് ശേഷവും ഒക്കെ ഇടാൻ പറ്റിയ 2 പാക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത് കേട്ടോ.
അപ്പോൾ ആദ്യമായിട്ട് റിങ്കിൾസ് പോകുന്നതിന്, കഴുത്തിലെ റിങ്കിൾസ് പോകുന്നതിനും അതുപോലെ കൈപ്പത്തിയിലെ റിങ്കിൾസ് പോകുന്നതിനും ഏറ്റവും നല്ലത് ഗ്ലിസറിൻ ചേർന്ന പാക്കാണ്. ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും നമ്മുടെ ചുളികൾ വരാതിരിക്കുന്നതിനും സൺ ടാൻ പോകുന്ന ടാനിങ് കേട്ടോ, സൺ ടാൻ ആ കറുപ്പ് നിറമൊക്കെ പോകുന്നതിനും തിളക്കം കിട്ടുന്നതിനും നല്ല സോഫ്റ്റ് ആവുന്നതിനും എല്ലാത്തിനും ഗ്ലിസറിൻ നല്ലതാണ്. അതിനാണ് നമ്മൾ ഗ്ലിസറിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്ലിസറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എഗ് വൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഗ് വൈറ്റ് എടുക്കുക, അതിലേക്ക് 1 സ്പൂൺ ഗ്ലിസറിൻ ഒഴിക്കുക, അതിൻ്റെ 1/2 സ്പൂൺ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് കഴുത്തിലെല്ലാം അപ്ലൈ ചെയ്യുക. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ കഴുത്തിലെ ചുളിവുകൾ കുറയുന്നതിനും വരാതിരിക്കുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ ഈ ഗ്ലിസറിനിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് അതിനകത്ത് പ്രോപ്പർട്ടീസൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അടുത്തത് മുട്ടയാണ്. മുട്ട നമ്മൾ എന്തിനാ ചേർക്കണേന്ന് അറിയണ്ടേ? അതിന് മുട്ടയിൽ നിറയെ പ്രോട്ടീനാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഈ പ്രോട്ടീൻ നമ്മുടെ സ്കിൻ ടൈറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. എങ്ങനെ ടൈറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ടയുടെ വെള്ള അപ്ലൈ ചെയ്യുമ്പോൾ സ്കിൻ ടൈറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്സൊക്കെ നമ്മുടെ സുഷിരങ്ങളൊക്കെ ചുരുങ്ങും. ഓക്കെ, സുഷിരങ്ങളൊക്കെ ചുരുങ്ങി കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ടൈറ്റ് ആവും. അതാണ് നമ്മൾ ഇതിനകത്ത് എഗ് വൈറ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ റോസ് വാട്ടറിനെ സംബന്ധിച്ച് നല്ല ഒന്നാന്തരം ടോണറാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പോർട്സൊക്കെ ചുരുങ്ങുന്നതിനും നമ്മുടെ സ്കിന്നിലെ ഈർപ്പം നിലനിർത്തുന്നത്, അതാണ് മെയിൻ. അപ്പോൾ ഈർപ്പം നിലനിർത്തുന്നതിനും ഡ്രൈനെസ് പോകും. അപ്പോൾ ഡ്രൈ ആയി, അതുപോലെ ഡ്രൈ ആകുമ്പോഴാണ് നമ്മുടെ ഈ ചുളിവുകളൊക്കെ അധികം പ്രത്യക്ഷപ്പെടുന്നത് അല്ലേ. അപ്പോൾ ആ ഡ്രൈനെസ് പോകുന്നതിനാണ് നമ്മൾ ഈ റോസ് വാട്ടറും ഉപയോഗിക്കുന്നത്. ഗ്ലിസറിനും എല്ലാം ഡ്രൈനെസ് പോകുന്നതിന് നല്ല ഒന്നാന്തരം ഇൻഗ്രീഡിയൻ്റാണ്. അപ്പം മനസ്സിലായല്ലോ, ഗ്ലിസറിൻ വേണം, എഗ് വൈറ്റ് വേണം, റോസ് വാട്ടർ വേണം. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു വാക്കും കൂടെ പറയാം കേട്ടോ, കുറച്ചും കൂടെ എളുപ്പമുള്ളത്. അപ്പോൾ കഴുത്തിലെ റിങ്കിൾസും കൈകളിലും ഇടാട്ടോ നിങ്ങൾക്ക്. കൈകളിൽ പിന്നെ കൈപ്പത്തിയിലെ റിങ്കിൾസൊക്കെ പോകുന്നതിന് ഇടാൻ പറ്റുന്ന പാക്കാണ്. പിന്നെ എഗ് വൈറ്റും ബാർലിപ്പൊടി. ഓക്കെ, ബാർലിപ്പൊടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിറയെ സെലേനിയം ഉണ്ട്. ഈ സെലേനിയം സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടുന്നതിന് വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. അതോടൊപ്പം തന്നെ പിന്നെ ഇതിനടങ്ങിയിരിക്കുന്ന സിങ്ക്, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഇ, ഇതെല്ലാം ബാർലിപ്പൊടിയിലുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിലെ ഈർപ്പം നിലനിർത്തുന്നതിനും കോലാജന് ബൂസ്റ്റ് ചെയ്യുന്നതിനും എല്ലാത്തിനും ഈ ഉപകരിക്കുന്ന വൈറ്റമിൻസാണിത്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. നമ്മൾ എഗ് വൈറ്റ്, ബാർലിപ്പൊടി എടുക്കുക, 2 സ്പൂൺ 3 സ്പൂൺ ബാർലിപ്പൊടിയിൽ ആവശ്യമായ എഗ്ഗ് ബീറ്റ് ചെയ്ത്, എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് ഒഴിക്കുക, കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുക. അത് അധികം ഉണങ്ങണ്ട കേട്ടോ, അല്ലാണ്ട് ടൈറ്റ് ആവണ്ട, നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇതാണ് അടുത്തൊരു പാക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പോസ്റ്റ് യൂസ്ഫുള്ളാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യണേ. പിന്നെ എന്നെ വായിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.